ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ രേവതി എന്ന നമ്മുടെ രണ്ടാമത്തെ മലയാളം ടാരറ്റ് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടിയാണ്. ഈ പ്രണയബന്ധത്തിൽ ഇപ്പോഴും നിങ്ങളും ഈ വ്യക്തിയും അറിയാതെ പോയിട്ടുള്ള മറിഞ്ഞു കിടക്കുന്ന പ്രപഞ്ച സത്യങ്ങൾ ഈ റീഡിങ്ങിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ പലതും നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ പലപ്പോഴും എന്താ പറയാ, ഈ പ്രണയബന്ധത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ. നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രപഞ്ച സത്യങ്ങൾ ഉണ്ടാകും, മറിഞ്ഞു കിടക്കുന്ന ഇൻഫോർമേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊരു ഓവറോൾ സ്പിരിറ്റ് ഗൈഡ് എനർജിയാണ്. അത് നമുക്ക് അവസാനം എടുക്കാം. ആദ്യം ഒരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അന്നും ഇന്നും, അതായത് അന്നും ഇന്നും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ, അന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തെയാണ്. അപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലും അതുപോലെ തന്നെ ഈ ജന്മത്തിലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും ജഡ്ജ്മെന്റിൽ നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ ബലിയാടായി പോവുകയാണ് എപ്പോഴും. അങ്ങനെ ആയി പോകാറാണ് പതിവ്. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. അതായത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം, കണ്ണേറ്, ശത്രുദോഷം, ആഭിചാരക്രിയകള്, ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നാകരുത് എന്നുള്ള പ്രാർത്ഥന. ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെ വ്യക്തിയായിരിക്കാം. നിങ്ങൾ അത്യാവശ്യം സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഉയർന്ന് ജീവിക്കേണ്ട ആൾക്കാരായിരിക്കാം. അത് വിദ്യാഭ്യാസപരമായിട്ടും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിടുക, അതായത് ഒരു നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ധാരാളം സൗഭാഗ്യങ്ങളുള്ള ഒരു വ്യക്തി, പക്ഷെ ആ വ്യക്തി ആ ബ്ലെസ്സിങ്സ് ഒന്നും അനുഭവിക്കാൻ പാടില്ല എന്നും, അവരെ ഏതെങ്കിലും ഒരു മുറിയിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുമോ? കഴിവുകൾ കാണിക്കാൻ പറ്റുമോ? മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോ ഒരു വ്യക്തി ജയിലിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ജയിലിൽ പോകുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ പല മോശപ്പെട്ട കർമ്മങ്ങൾ കാരണം, അതായത് മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സെയിം എനർജി തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫിലും അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു എനർജി നിങ്ങൾക്കും ബാധകമാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സെയിം എനർജി വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ പറയാ, മുജ്ജന്മത്തിലും ഈ ഒരു സെയിം ഫീലിങ്സ് തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ പെർസെൻറ്റേജും ഈ ഒരു ലൈഫിലും നിങ്ങൾക്കത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. കാരണം അതിലൂടെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന്റെ ഒരു കാരണവും കൂടിയായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, അതുപോലെ തന്നെ വാരിയർ ആണ്. കറേജ് ആൻഡ് ടേക്കിംഗ് ഓഫ് ചാലഞ്ചസ് ആണ്. നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും പല ചാലഞ്ചേഴ്സിനെ നല്ല രീതിയിൽ ശക്തമായി തന്നെ മുന്നേറുവാനും നിങ്ങളിൽ കിടക്കുന്ന, അതായത് നിങ്ങളുടെ ചിന്തകളിൽ, സോളിൽ, നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന പാരമ്പര്യപരമായിട്ടുള്ള ദോഷങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ശത്രുക്കളിൽ നിന്നും ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജീസിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ഒരു രക്ഷ നേടാനും കൂടി വേണ്ടിയിട്ടാണ്. അതായത് ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഹീലിംഗ് കൊണ്ടുതരും. അത് പലതരത്തിലുള്ള ശാപങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തരാകാനായിട്ട് പറ്റും. അതെല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയല്ല. ചില റിലേഷൻഷിപ്പ് കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് തരുവാനും നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കാത്ത പലതരത്തിലുള്ള ആത്മീയ ഉണർവുകൾ ഉണ്ടാക്കിയെടുക്കാനും കൂടി
വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നു ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ വളരെയധികം തന്റേടമുള്ളവരായിട്ടുണ്ടാകാം, ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ധൈര്യമുള്ളവരായിട്ടുണ്ടാകാം, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാകാം. ഓക്കെ, ആ ഒരു സോൾ പവർ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടാകാം. ആൻഡ് ഓൾസോ പെർസീവറൻസ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് നൃത്തം ചെയ്തിരുന്നവരായിരിക്കാം, പാട്ട് പാടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ജോലി വേണം എന്ന് ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു, നിങ്ങൾക്ക് ലഭിച്ചില്ല. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓൺടർപ്രണർ ആകണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കാം. അത് നിങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു, പക്ഷെ നിങ്ങൾക്ക് അത് സക്സസ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പേഴ്സന്റെ സാന്നിധ്യത്തോടു കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്നു, ഈ പേഴ്സൺ നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, സക്സസ് ആകുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെ നിങ്ങളുടെ സോളില് വളരെയധികം ഉത്സാഹത്തോടു കൂടിയും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ പലതും ഉണ്ടാകും ഓരോ മനുഷ്യർക്കും. ഓക്കെ, ചിലപ്പോൾ ചിലവർക്ക് ജസ്റ്റ് ഒന്ന് ഒരു ജോലി വേണം എന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് ജസ്റ്റ് ഒന്ന് ജീവിച്ചു പോകണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താഗ്രഹമാണെങ്കിൽ പോലും അതിൽ ഒരു 10 മടങ്ങ് ഈ വ്യക്തി കാരണം നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളോ അല്ലെങ്കിൽ ഈ പേഴ്സണോ വിചാരിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കഴിവ് കൊണ്ടാണ്. ഒരിക്കലുമല്ല. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി റീഡിങ്ങിൽ വരും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണും കൂടി ബാധകമാണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുക സ്വന്തം കഴിവാണെന്നാണ്. പക്ഷെ അല്ല, അത് ഈ റിലേഷൻഷിപ്പിലൂടെ നേടിയെടുക്കേണ്ട പല കാര്യങ്ങൾ കൂടിയാണ്. ആൻഡ് ഓൾസോ ഇൻസ്റ്റിക്റ്റ് ആണ്. ഇവിടെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ പേടി സ്വപ്നങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നതായി നമുക്കിവിടെ കാണാം. ഓക്കെ, ഇപ്പൊ ഒരു ആനിമൽ തന്നെ, ഒരു മൃഗത്തെ തന്നെ നമുക്ക് 2 ഡയമെൻഷനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പല ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോലും മറ്റുള്ളവർ നിങ്ങളെ തളർത്തുന്ന രീതിയിലായിരിക്കാം പെരുമാറുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ യാതൊരു തരത്തിലും വാല്യൂ തരാതിരിക്കുക. ഇത്തരം സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പേഴ്സന്റെ മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ്. ആൻഡ് ഓൾസോ റിലീസ് ആണ്. അതെ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എന്താ പറയാ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചൈൽഡ് ട്രോമയൊക്കെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കുഞ്ഞുനാളിൽ സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ ജീവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പ് കാരണമാണ് എന്നാണ് വ്യക്തമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് അനുഭവിച്ചിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങൾക്ക് കംപ്ലീഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അവിടെ എല്ലാം തന്നെ നിങ്ങൾ ചീറ്റിംഗ് അനുഭവിക്കപ്പെട്ടു. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ അത് മാത്രമല്ല, പലവരും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം. അപ്പോൾ അവരുടെ വേദന, അവരുടെ ഇല്ലായ്മയിലെ വേദനകളും വിഷമങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ വ്യക്തിയിലൂടെയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അവരിപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ, ചിലപ്പോൾ നിങ്ങളുടെ മുത്തശ്ശി ആയിരിക്കാം, മുത്തശ്ശനായിരിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സണിൽ നിന്നുമാണെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ സ്റ്റാറ്റസ് ക്യൂ ആണ്. ഉറപ്പായിട്ടും ഇതെന്തൊക്കെയോ ഒരു സൈക്കിള് നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ജോലിയിൽ കയറി, നിങ്ങൾക്ക് ആ ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെ ഒരു നെഗറ്റീവ് എനർജിയുടെ സൈക്കിൾ, അതിൻ്റെ ഒരു സൈക്കിള്
കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് പലപ്പോഴും നിങ്ങൾ ജ്യോത്സ്യ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സെയിം എനർജി തന്നെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഉറപ്പായിട്ടും അത്തരം സൈക്കിളുകൾ, അതായത് ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഈ വർഷത്തിൽ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് ആ സെയിം പാറ്റേൺ തന്നെ അടുത്ത വർഷവും റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വർഷത്തോടു കൂടി സമാധാനവും ഇനി അടുത്ത വർഷം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും കഴിഞ്ഞ വർഷം ആ ഒരു സംഭവിച്ച കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള സൈക്കിളിന്റെ എനർജികൾ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്കായിരിക്കാം അനുഭവപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ ലൈഫിൽ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളെ കൊണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് എന്താണ് ഹീൽ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ വളരെയധികം നന്ദിയുള്ള ആൾക്കാരാണ്. ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും ഒരാൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ക്സ് പറയും. നിങ്ങൾ അതിലെപ്പോഴും കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്കത് തിരിച്ചു കിട്ടാറില്ല. തിരിച്ച് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിരുന്നത് ചീറ്റിംഗ് എനർജിയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നന്മയുള്ളതും നിങ്ങളുടെ നന്ദി നിറഞ്ഞതുമായിട്ടുള്ള ഹൃദയശുദ്ധി കാരണം കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിലാണ്. നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അപ്പൊ തീർത്തും ആ ഒരു മെന്റാലിറ്റിയുടെ ഒരു സക്സസ്, ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഉയർന്നു നിൽക്കുന്ന എനർജി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ലോർഡ് ശിവേനെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾ ഒരുപക്ഷെ ശിവഭക്തരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. എന്തുകൊണ്ടോ വളരെയധികം ശിവ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിനെ വേണം എന്ന് കരുതിയിട്ട് നിങ്ങൾ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച വ്രതം അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ശിവഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ആദർശികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് പലപ്പോഴും പലവർക്കും മനസ്സിലായിട്ടില്ലായിരിക്കാം, പക്ഷെ അതാണ് അതിന്റെ രഹസ്യം, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന സത്യം. അതുപോലെ വൈറ്റ് ഈഗിളാണ് ആൻസിസ്റ്റർ സ്പിരിറ്റും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ മുത്തശ്ശിമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരും ഈ പേഴ്സന്റെ പൂർവികരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടായിരിക്കാം. ഈ രണ്ട് വ്യത്യസ്തകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും വിചാരിക്കാതെ പോലും വീണ്ടും വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 444 കിട്ടിയിട്ടുണ്ട്, 699966 1117 144 ലെറ്റർ KRXYN. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.